വഴിക്ക് പോകുമ്പോഴേ ചിലപ്പോൾ നമുക്ക് റൂട്ട് മിസ്സാവും. ആ മിസ്സാവുന്ന സമയത്ത് മുന്നിൽ കാണുന്നതിൽ നമുക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ട് ഇതായിരിക്കും എന്ന് തോന്നുന്ന വഴിയിലൂടെ അങ്ങ് പോവാം. ചിലപ്പോ ഉണ്ടല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ല അടിപൊളി വ്യൂ അവിടെ നമ്മളെ കാത്തിക്കുന്നുണ്ടാവും. അതെ അതെ അതെ, കാത്തിരിക്കുന്നുണ്ട്. ജയില് ബസ്സിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇതന്നെ അവസരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതം കളഞ്ഞ ആളല്ലേ. നല്ല വഴിയിൽ തന്നെ എത്തിയിട്ടുള്ളത്. എന്തായാലും 2026 നല്ല മോട്ടിവേഷനൊക്കെ പറഞ്ഞ് നേരെ അങ്ങ് ജയിലിനകത്ത് കയറി. ഇനിയിപ്പോ അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്. 600 700 ദിവസക്കൂലിയൊക്കെ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. നല്ല ജോലിയൊക്കെ കിട്ടിയതല്ലേ, അടിച്ചു പൊളിക്കി. എന്തൊക്കെ കഴിവുകളാണെന്നറിയോ? സൈക്കോളജിസ്റ്റ്, ബ്യൂട്ടീഷ്യൻ, അതേപോലെ ഒരുപാട് കോഴ്സുകളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല വിദ്യാഭ്യാസം ഉണ്ട്. പക്ഷെ വിദ്യാഭ്യാസം കൂടി പോയാലും പ്രശ്നമാണെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചില്ലേ, നല്ല രീതിയിൽ രാഷ്ട്രീയ പിൻബലം നന്നായിട്ടുണ്ട് എന്നുള്ളത്. ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോ ആരാ അറിയോ മെയിൻ ആയിട്ട് സപ്പോർട്ട് ചെയ്യണത്? ഞാനൊരു വാർത്തയുടെ പകുതി കേൾപ്പിച്ചു തരാം കേട്ടോ, ഒന്ന് കേട്ടോക്കെ. ഗോവിന്ദപുരം സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതിയായ ഷിംജിത മുസ്തഫയുടെ സഹോദരൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് യാത്രയിൽ ഷിംജിതയെ ഒരാൾ ശല്യം ചെയ്തെന്നാണ് കൗണ്ടർ പെറ്റീഷനാണ്. അതായത് പിടിച്ചു നിൽക്കണ്ടേ. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഷിംജിതക്ക് എന്തായാലും അവർ ജാമ്യം കൊടുക്കും കേട്ടോ. നേരെ തിരിച്ച് രാഹുൽ ഈശ്വറിനൊന്നും ജാമ്യം കൊടുക്കില്ല, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കില്ല, കുറെ ആളുകൾക്ക് ജാമ്യം കൊടുക്കില്ല. പക്ഷെ ഷിംജിതക്ക് ജാമ്യം കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. കാരണം കളിക്കണത് ആരാ നോക്കണം, നല്ല അടിപൊളി ലീഗിന്റെ കിടിലൻ ടീം കളിക്കുന്നുണ്ട് പിന്നില്, രാഷ്ട്രീയക്കാർ കളിക്കുന്നുണ്ട് പിന്നില്. ഒരു മനുഷ്യന്റെ ലൈഫ് എടുത്ത ഷിംജിതയെ സപ്പോർട്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാരുണ്ട്. എടോ, നമ്മുടെ ജനങ്ങളുടെ പവർ കാണിച്ചു കൊടുക്ക്. എല്ലാവരും ഷെയർ ചെയ്തിട്ട് അങ്ങ് കാണിച്ചു കൊടുക്ക്. ഇവരുടെ മുഖം ജനങ്ങൾ മൊത്തം കാണട്ടെ. പിന്നെ ഇവളുടെ ഭർത്താവിന്റെ കാര്യം, ഇവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടക്ക് സപ്പോർട്ടാ. എന്തായാലും എന്റെ ഭാര്യയല്ലേ, ഓളെ എങ്ങനെയെങ്കിലും ഇറക്കണം. അതിനുള്ള കളി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പിന്നാമ്പുറ കളികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവള് ജയിലിൽ കയറിയ സമയത്ത് മട്ടൻ ബിരിയാണി വേണം പോലും. കേട്ടില്ല? ഒന്ന് കേൾപ്പിച്ചു തരാട്ടാ. ദിവസമാണ് അവരെ മഞ്ചേരിയിലെ സ്പെഷ്യൽ ജയിലിലേക്ക് കൊണ്ടുപോയത്. ജയിലിൽ പോയപ്പോൾ അന്ന് രാത്രി തലേ ദിവസം ഇവർക്ക് ഭക്ഷണമില്ല. കാരണം ഇവർ വൈകുന്നേരമാണ് ജയിലെത്തിയത്. വൈകുന്നേരം പോയ ജയിലിൽ ഫുഡ് ഉണ്ടാവില്ല. ഫുഡ് അവിടെ കൊടുക്കുക. ഒരു 3:30 മണിക്കാണ് വൈകുന്നേരത്തെ ഫുഡ് കൊടുക്കുക. അപ്പോൾ ഇനി ജയിലിൽ നേരത്തെ ഫുഡ് വാങ്ങി വെച്ച ആളുകൾ ഒരു 7 മണിക്ക് ശേഷമാണ് ഭക്ഷണം കഴിക്കുള്ളൂ. നേരത്തെ വാങ്ങിയോടെ വെക്കും. അങ്ങനെ ആരെങ്കിലും സ്നേഹം തോന്നി കൊടുത്താലായി. പിറ്റേ ദിവസം പുലർച്ചെ ഒരു ഭക്ഷണം വേണ്ട എന്ന് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ജയിലധികൃതർ പറയുന്നത്. എന്റെ പൊന്ന് ഫക്രുദ്ദീൻ മന്ദാവൂരിന്റെ വീഡിയോ ആണ് കണ്ട്. ഫക്രുക്ക പറഞ്ഞ പോലെ നല്ല കാര്യങ്ങള്. ഇവള് പോലീസുകാരന്റെ കാറിലാണ് യാത്ര ചെയ്തിരുന്നത്. അവര് വാങ്ങിക്കൊടുക്കൂലേ ബിരിയാണിയൊക്കെ? തലേ ദിവസം ഭക്ഷണം കിട്ടിയില്ല എന്ന് പറയുന്ന കാര്യമൊക്കെ വെറുതെ പറയണതാണ്. തലേ ദിവസം കഴിച്ചിട്ടുണ്ടാവും, പിറ്റേ ദിവസം അവൾക്ക് ഭക്ഷണം വേണ്ട പോലും, അതും ഉണ്ടാവില്ല. നല്ല അടിപൊളി ഭക്ഷണം കിട്ടിയിട്ടുണ്ടാവും. ഇനി ജയിലിൽ മറ്റൊരു സംവിധാനം കൂടി ഉണ്ട് കേട്ടോ. ജയിലിനകത്ത് ആഴ്ചയിൽ 2 ഭക്ഷണം വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങി കഴിക്കാം. എങ്ങനെയുണ്ട്? ഹോസ്റ്റലിൽ നിന്നിട്ടാണല്ലോ പഠിക്കുന്നത്. അടിപൊളിയാണല്ലേ. എന്തായാലും ഇപ്പൊ നല്ലൊരു ജോലിയൊക്കെ കിട്ടിയില്ലേ. ഇനിയിപ്പോ ജയിലില് 14 ദിവസം റിമാൻഡ് എന്ന് പറയുമ്പോ അത് നീട്ടി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നാമ്പുറത്ത് നല്ല കളി കളിക്കുന്നുണ്ട്. ബാക്കിലാണ് കളി മൊത്തം. അവിടുന്ന് കളിച്ച് എങ്ങനെയെങ്കിലും റെഡിയാക്കി കൊടുക്കും. എന്തായാലും സ്നേഹമുള്ള ഒരു സഹോദരനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരാണിനെ കൊന്ന ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ. അതായത് കൗണ്ടർ കൊടുത്തിരിക്കുക. ബസ്സിനകത്ത് വെച്ചിട്ട് ഇന്ന ആള് അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സിന്റെ അകത്തുനിന്നുള്ള CCTV ക്യാമറ ഫുട്ടേജും പുറത്തുനിന്നുള്ള CCTV ക്യാമറ ഫുട്ടേജും ഷിംജിത് അതൊക്കെ സമ്മതിച്ചു കൊടുക്കുന്നതൊക്കെ ആയുള്ള കാര്യങ്ങളും കേട്ടപ്പോ പറയേണ്ടതായിട്ടില്ല. 7 വീഡിയോ ക്ലിപ്പാണ്. 7 വീഡിയോ ക്ലിപ്പ്. നമുക്ക് ഷിംജിത പോകുന്ന ആ ഒരു പോക്കൊന്ന് കാണാൻ കേട്ടോ. എന്തായിരുന്നു അല്ലേ ആ ഒരു നെഗളിപ്പ്. പോക്കൊന്ന് കണ്ടു നോക്കിയേ. എങ്ങനെ ഉണ്ടായിരുന്ന ആളായിരുന്നു. ഇപ്പൊ പാർദയുടെ ഉള്ളിലും കേറിയിട്ട് ആളുകളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പാർദയുടെ ഉള്ളിലേക്കാണ് കയറുക? അല്ല, ഇതൊക്കെ ആ ഒരു വസ്ത്രത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിനുള്ളിൽ കയറുന്ന രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുമ്പോ അല്ലേ. എന്താ അവളുടെ ഒരു നടത്തം. എങ്ങനെയെങ്കിലും റീച്ച് ആയാൽ മതി എന്നൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതും വെച്ചിട്ടാ കളിച്ചിരുന്നേ. പിന്നെ ഭർത്താവ് തനി അതാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ നല്ല കാര്യങ്ങൾ കിടക്കുന്നത്. നല്ല കട്ട സപ്പോർട്ട് അവരുടെ നാട്ടിലുള്ള അവരുടെ പ്രവർത്തകരുണ്ട്, കുടുംബക്കാരുണ്ട്. അവരൊക്കെ അത് പിന്നെ അങ്ങനെയൊക്കെ അല്ലേ വരുള്ളൂ. ഇവരൊക്കെ ആ അമ്മയുടെ സങ്കടമൊക്കെ ഒന്ന് കാണ്, ആ അച്ഛന്റെ സങ്കടമൊക്കെ ഒന്ന് കാണ്. എന്നിട്ട് അവളെടുത്ത വീഡിയോസ് ഒന്നും കൂടി ഒന്ന് കാണുങ്ങള്. 7 വീഡിയോ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. ആ 7 വീഡിയോ എന്തുകൊണ്ട് ഒരുമിച്ച് അപ്ലോഡ് ചെയ്തില്ല? ആ 7 വീഡിയോയിലും കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇട്ട വീഡിയോ അതിന്റെ ഉള്ളിലത്തെ ഒരു കഷ്ണം മാത്രം, അതിലൊരു തേങ്ങാക്കൊലി ഇല്ല എന്നുള്ളതാ. ഇനി ഈ വാർത്ത ഇപ്പോഴും അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഷിംജിതയുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി കേൾപ്പിച്ചു തരാം.
ഇപ്പോൾ നടന്നു എന്ന് പറയുന്ന ദിവസം റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അല്ലമീൻ ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. അതിൽ നിന്നും പ്രതിയും മരണപ്പെട്ട ദീപക്കും ബസ്സിൽ കയറിയതായും ശേഷം അസ്വാഭാവികത ഒന്നും തന്നെയും ബസ്സിൽ നടക്കുന്നില്ല, യാതൊന്നും നടക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, പ്രധാനമായും പറയുന്നത് ഈ സംഭവ ദിവസം, ഈ വീഡിയോ ചിത്രീകരിച്ച ദിവസം ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ അല്ലെങ്കിൽ തനിക്ക് ദുരനുഭവം നേരിട്ടു, മോശമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി, ഇത്തരത്തിലുള്ള പരാതികൾ ഒന്നും തന്നെയും ഈ പയ്യന്നൂർ സ്റ്റേഷൻ അല്ലെങ്കിൽ വടകര മേഖലകളിൽ സ്റ്റേഷൻ പരിധിയിൽ ഒന്നും തന്നെ പരാതിയായി നൽകിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. 7ഓളം വീഡിയോകൾ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആയവ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പ്രധാനമായും എടുത്ത് പറയുന്നത്. കേൾക്ക്, ഇനി മറ്റൊരു കഥ പറയട്ടെ. ഷിംജിതയുടെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഒഴിവാക്കി പോണ്ട 6 മാസത്തോളായിട്ട് ഡൈവേഴ്സിൽ ഇവള് ഒപ്പിട്ടിട്ടില്ല കേട്ടോ. ഡൈവേഴ്സിന്റെ പേപ്പർ വർക്കേ നടക്കുന്നുള്ളൂ. ഇവള് പള്ളിയിലൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വന്നതാ. പക്ഷെ ചങ്ങാതിക്ക് മനസ്സലിവ. അതായത് ഇനി ഇവള് ജയിലിലൊക്കെ കിടന്നിട്ട് തിരിച്ചു വരികയാണെങ്കിൽ നന്നായാലോ, അതുകൊണ്ട് രണ്ടാമത് സ്വീകരിക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു ഇല ഇളകുമ്പോ ഇപ്പൊ നമ്മൾ അറിയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ ഇൻഫ്ലുവൻസേഴ്സും അത് അറിയുന്നുണ്ടാവും. ഒരു ഇല ഇളകുമ്പോ അറിയുന്നുണ്ട് എന്നുള്ള ആ നാട്ടിലുള്ള നട്ടലുള്ള ആണുങ്ങളോടും പെണ്ണുങ്ങളോടും എനിക്ക് പറയാനുള്ളൂ, ഈ നട്ടലില്ലാത്ത ഈ നികൃഷ്ടത ഇവിടെ കൂടെ ആരും നിൽക്കല്ലേ. ഒരു അമ്മയുടെയും അച്ഛന്റെയും കണ്ണുനീര് അവിടെ പൊഴിപ്പിച്ച പെണ്ണാണ് ഇവള്. അതൊന്നും അല്ലാതെ ആ നാട്ടില് മെമ്പറായിട്ട് നിന്നിട്ട് കാണിച്ച ഊളത്തരങ്ങളും നിങ്ങൾ തന്നെയല്ലേ നാട്ടുകാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇവളൊക്കെ എന്ത് ഇത് കണ്ടിട്ട് അവിടെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നേ. അവിടുത്തെ രാഷ്ട്രീയക്കാരെ പറഞ്ഞാൽ മതി കേട്ടോ. അവിടെ മറ്റുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പവർ ഒന്ന് കാണിച്ചു കൊടുക്ക്, ഇവളെ ജയിലിനകത്തുനിന്ന് ഇറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക്. അതാ എനിക്ക് പറയാനുള്ളേ. എന്റെ പൊന്നു ലീഗുകാരെ, നിങ്ങൾ നിങ്ങളുടെ വില കളയല്ലേ. ഇതിൽ വെറുതെ തല ഇടരുത്. നിങ്ങൾക്ക് തല ഇടാൻ കഴിയുണ്ടാവില്ല, കാരണം അതിൽ പല ആളുകളും കുടുംബക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല തലതൊട്ട ലീഗുകാരാന്നൊക്കെ പറഞ്ഞില്ലേ, തലതൊട്ട ലീഗുകാർ അങ്ങനെയല്ലേ പറയാ, ആ പണ്ടാറം അതൊക്കെയാണ് എന്നാ പറയുന്നത്. എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ല. അത് ബസ് വിളിച്ചിട്ടാണെങ്കിൽ വരുന്ന ഇപ്പൊ കേട്ടില്ലേ, ഒരു മനുഷ്യ അവിടെ മരിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. അയാൾ ഇപ്പോൾ ആ മണ്ണിന്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. അയാൾക്ക് നീതി ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇവളെ എത്രയും പെട്ടെന്ന് ഇറക്കും എന്ന് തന്നെയാണ് അവിടെയുള്ള കുറെ ആളുകൾ, രാഷ്ട്രീയക്കാരും ഇവിടെ ഫാമിലിയുള്ള ആളുകളൊക്കെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും കൂടാതെ അവിടുന്ന് ഒരുപാട് ശബ്ദ സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പലയിടങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകളെയൊക്കെ വെല്ലുവിളിച്ചിട്ട് അവരൊക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നീങ്ങുന്നൊക്കെയാണ് ഇപ്പൊ അറിയാൻ കഴിയുന്നത്. ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്തും, അവർക്ക് പണി കൊടുക്കും. അങ്ങനെ എന്തൊക്കെയാ നിങ്ങളവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലുള്ള 99% ആളുകൾക്കെതിരെയും നിങ്ങൾ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകേണ്ടി വരും. ഇപ്പൊ അനുജൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ബസ്സിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്നുണ്ടല്ലോ, നാളെ ഈ വീഡിയോ ചെയ്ത എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കും. നമുക്ക് ഒരു മനുഷ്യജീവിതം എടുത്ത ആളുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊക്കെ ഞാൻ പറയുന്നില്ല കേട്ടോ. അതാ മനസ്സിലായില്ലേ. ഇനിയും ഇങ്ങനെയുള്ള ഷിംജിതമാരുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒരേപോലെ തന്നെ പ്രവർത്തിക്കണം. സ്ത്രീകളെ മാറ്റി നിർത്തിയിട്ട് പുരുഷന്മാരെ പൊക്കി വെക്കാനൊന്നല്ല നമ്മൾ ആരും ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നവരാ. സ്ത്രീകളിലും മോശപ്പെട്ട ആളുകളുണ്ട്, പുരുഷന്മാരിലും മോശപ്പെട്ട ആളുകളുണ്ട്. ആ മോശപ്പെട്ട ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നതിൽ എന്തിനാണ് നട്ടല് പണയം വെക്കുന്നത്? അതിന് കുടുംബക്കാരാണെന്നുണ്ടെങ്കിലും മനുഷ്യ ജീവനാണ് എടുത്തിട്ടുള്ളത്, അതിനെതിരെ ശബ്ദിക്കണം. അല്ലാതെ കുറെ അടിമപ്പണി ചെയ്യുന്ന ആളുകളെ പോലെ ആവരുത്, അടിമകളാവരുത് ആരുടെയും. നമ്മള് എന്തിനാടോ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്ദീപ് എടപ്പാൾ എന്ന ഇൻസ്റ്റഗ്രാം ഐഡിയിലൂടെ ധൈര്യസമേതം നിങ്ങൾ കാര്യങ്ങൾ പറ. നിങ്ങൾ അവിടെ ഡീറ്റെയിൽസ് ഉണ്ട് വിട്, നമ്മളിവിടെ റിയാക്ട് ചെയ്യും, നമ്മളതെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കും. പേടിയുള്ള ആരും മെസ്സേജ് അയക്കാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ കൃത്യമായ എവിഡൻസ് സഹിതം നിങ്ങൾ കാര്യങ്ങൾ പറ, നമ്മളിവിടെ പുറത്തു വിടും. ഇവിടെ ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൾ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് വ്യക്തമായ ഡാറ്റ കിട്ടിയ ആളുകളാണ് ഞങ്ങളൊക്കെ. അത് എന്തുകൊണ്ടാണ് പുറത്തു വിടാത്തത്? പോലീസുകാർ അറസ്റ്റ് ചെയ്യട്ടെ എന്ന കാരണം കൊണ്ടാ. മെൻസ് അസോസിയേഷൻ കൃത്യമായിട്ട് കിട്ടിയ ഡാറ്റ അപ്പൊ തന്നെ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അതാണ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് വേണമെങ്കിൽ ആ നാട്ടിലുള്ള ആളുകളെ കൊണ്ട് തന്നെ വീഡിയോ എടുപ്പിച്ച് നമുക്ക് വാങ്ങിപ്പിക്കാൻ അറിയാം. പക്ഷെ നമ്മൾ ചെയ്തിട്ടില്ല. അവളെ അങ്ങനെ ജയിലിനെ പുറത്ത് ജീവിക്കേണ്ടവളല്ല, അവള് ജയിലിനകത്ത് തന്നെ. ഇപ്പൊ നല്ല ഭക്ഷണം കിട്ടും, സർക്കാർ ശമ്പളമൊക്കെ കൂട്ടിയിട്ടുണ്ട് ഷിംജിത മോളെ. ഒരുപാട് കഴിവുള്ള ആളല്ലേ, എന്തൊക്കെയോ മേഖലകളിൽ ശോഭിച്ച വ്യക്തിയല്ലേ. തൽക്കാലം ഇനി കുറച്ചു കാലം ജയിലിലും കൂടി ശോഭിക്ക്. നീ ചെയ്ത തെറ്റിന് നീ അനുഭവിച്ചേ വെക്കൂ. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പുഴുത്ത് ചീഞ്ഞ് നാറും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. കമന്റ് ചെയ്തോളി. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളും സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.